എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകിയ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ 50 വയസ്സിനുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. രോഹിണി നക്ഷത്രക്കാർ 50 വയസ്സിന് ശേഷം ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഡോക്ടറെ പോയി കണ്ട് മെഡിസിൻ കഴിച്ച് നല്ലപോലെ ഇരിക്കുക. ഇനി നമ്മൾ രണ്ടാമതിലേക്ക് വിശ്വാസത്തിലേക്ക് വരുവാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി, അതായത് മിക്ക രോഹിണി നക്ഷത്രക്കാരല്ല മിക്ക നക്ഷത്രക്കാർക്ക് ഈ 50 വയസ്സ് കഴിഞ്ഞ് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. എന്നാൽ എന്നോട് മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയിലൊക്കെ കാണിക്കുന്ന രോഗമില്ലെന്ന് പറയാറുണ്ട്. എന്നാൽ ചിലവർ മരുന്ന് കഴിച്ചിട്ടും പ്രയോജനപ്പെടുന്നില്ല. ഇപ്പം നമ്മൾ ആദ്യമേ എടുത്തു നോക്കേണ്ടത് ഏതൊരു രോഗദുരിതമായാലും നമ്മൾ ഡോക്ടറുടെ മരുന്നില്ലാതെ അസുഖം മാറത്തില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡോക്ടർമാരുടെ അടുത്ത് പോയി മരുന്ന് കഴിക്കുക, അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക, കൃത്യമായ രീതിയിൽ തന്നെ മരുന്ന് കഴിക്കണം. ഒപ്പം തന്നെ നമുക്ക് രണ്ടാമത് വിശ്വാസത്തിലേക്ക് വരുവാണെങ്കിൽ രോഹിണി നക്ഷത്രം 50 വയസ്സിന് കഴിഞ്ഞ ശേഷം ഒന്നെങ്കിൽ ആരോഗ്യപരമായ മാറ്റങ്ങൾ വരാൻ വേണ്ടി മൃതസഞ്ജീവനിയോ മൃത്യുഞ്ജയ യന്ത്രം ധരിക്കുക. പുരുഷന്മാർ അരയെ ധരിക്കുക, സ്ത്രീകൾ കഴുത്തിലിടുക മൃത്യുഞ്ജയ യന്ത്രം. മൃതസഞ്ജീവനിയും കഴിക്കാം. അപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശത്രുപരമായ രോഗദുരിതങ്ങൾ വരാതിരിക്കാനും ശരീരപരമായ ക്ഷീണങ്ങളും നെഗറ്റീവ് മാറി പോസിറ്റീവപരമായിട്ട് ചിന്താകാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് മൃത്യുഞ്ജയ യന്ത്രം പറഞ്ഞത്. അതേപോലെ തന്നെ ശത്രുദോഷങ്ങളൊക്കെ കൂടുതൽ ഉള്ള രോഹിണി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഒരുപക്ഷെ ആരോഗ്യം കുഴപ്പമില്ലായിരിക്കും. 50 വയസ്സിന് ശേഷം രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിന്താമണി യന്ത്രം, മഹാദേവൻ്റെ തന്നെ ചിന്താമണി യന്ത്രമുണ്ട്. ശത്രുദോഷങ്ങളും തടസ്സങ്ങളും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ചിന്താമണി യന്ത്രം ഫലപ്രദമാണ്. അതേപോലെ തന്നെ അത് ദേഹത്ത് നമ്മുടെ പുരുഷന്മാർ അരയിൽ തന്നെ ധരിക്കുക, കഴുത്തിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും പുരുഷന്മാർ അരയിൽ തന്നെയാണ് ധരിക്കുന്നത്, സ്ത്രീകൾ കഴുത്തിലിടുക. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ പോയി പക്കപ്പിറന്നാൾ ഒരു രുദ്രാഭിഷേക മാസം നടത്തി ഇവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനാണ്. 50 വയസ്സിന് ശേഷം ജോലിയുള്ള രോഹിണി നക്ഷത്രക്കാർ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ പോയി നിത്യേന അശ്വാരൂഢ മന്ത്രാർച്ചന 11 ദിവസം കഴിക്കുന്നതായിരിക്കും. നിത്യേന കഴിച്ചതിന് ശേഷം മാത്രം മാസം തോറും രോഹിണി നക്ഷത്രത്തിൽ ഈ അശ്വാരൂഢ മന്ത്രാർച്ചന ചെയ്താൽ മതി. ഏകദേശം 50 വയസ്സിന് ശേഷം സമയകാര്യങ്ങൾ ഏറ്റക്കുറച്ചിലുണ്ടാകും, സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും, ദുരിതങ്ങൾ കൂടാം. ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശിവക്ഷേത്രത്തിൽ പോയി രുദ്രാഭിഷേകം നടത്തുക, മൃത്യുഞ്ജയോ മൃതസഞ്ജീവനിയോ ഏലസ് ധരിക്കുക. എന്തെങ്കിലും മരുന്നുകളോ കാര്യങ്ങളോ അസുഖങ്ങളുള്ള രോഹിണി നക്ഷത്രക്കാർ ഈ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ വിശ്വാസപ്രകാരമുള്ള അസുഖങ്ങൾ മാറാനും എന്ത് ചെയ്യുക, ഡോക്ടറുടെ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അസുഖങ്ങൾ മാറും. അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ട് നിൽക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് അശ്വാരൂഢ മന്ത്ര അർച്ചന നിത്യം 11 ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകും. അതിനുശേഷം ആഴ്ചയിൽ രോഹിണി നക്ഷത്രക്കാർ അശ്വാരൂഢ മന്ത്ര അർച്ചന ചെയ്താൽ മതി. സാമ്പത്തികപരമായി നല്ല മാറ്റം ഉണ്ടാകും. രോഹിണി നക്ഷത്രക്കാർ 50 വയസ്സ് കഴിഞ്ഞ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ സ്വന്തമായി വീടില്ല, ഇല്ലെങ്കിൽ മകളെ കെട്ടിച്ച് വിട്ടിട്ട് കടങ്ങൾ, ദുരിതങ്ങൾ, ഒത്തിരി അനവധി പ്രശ്നങ്ങൾ, ഇപ്പോഴും സാമ്പത്തിക നഷ്ടം തന്നെയാണ് രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ പരിഹരിച്ച് തരുന്നതായിരിക്കും. മുന്നോട്ട് പോകാൻ പറ്റും ജീവിതത്തിൽ. അതായത് ജീവിതത്തിലെ ദുരിതങ്ങളും തടസ്സങ്ങളും രോഹിണി നക്ഷത്രങ്ങൾ മറന്നേക്ക്. ഇനിയുള്ള കാര്യമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റണമെന്നുള്ള വിശ്വാസം ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുക. അന്ധമായ വിശ്വാസങ്ങളിൽ ഏർപ്പെട്ട് 30,000, 40,000, 50,000 രൂപയുടെ പൂജകളൊക്കെ ചെയ്യാതിരിക്കുക. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, അപ്പം ചെറിയ രീതിയിലുള്ള പരിഹാര കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും നമ്മൾ അമിതമായ ഒത്തിരി പൂജകളൊന്നും ചെയ്താൽ നമ്മുടെ കാര്യം നടക്കില്ല. ലളിതമായ രീതിയിൽ ഈശ്വരാനുഗ്രഹത്താൽ വേണം മുന്നോട്ട് പോകാം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാണിക്കിടുകയോ ഇല്ലെങ്കിൽ ദേവന് മാല മേടിച്ചു കൊടുക്കുകയോ എണ്ണ മേടിച്ചു കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും തടസ്സങ്ങളും മാറാൻ വേണ്ടി ഈ പറയുന്ന രീതിയിൽ വഴിപാടുകളായി മുന്നോട്ട് പോയാൽ മതി. എന്തുകൊണ്ടും ഞാൻ 2026 ഫലത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിച്ച് തരുന്നതായിരിക്കും.